ക്ലാസ് 8 മാത്സ് ചാപ്റ്റർ 2 ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ പേജ് നമ്പർ 28. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഗ്രീൻ ലൈൻസ് ഇൻ ദി പിക്ചർ ബിലോ ആർ പാരലൽ. ഈ പിക്ചറിലുള്ള ഗ്രീൻ ലൈൻസ് എന്താണ്? പാരലലാണ് അല്ലേ, ഒന്നിനോടൊന്ന് സമാന്തരമാണ്. പാരലൽ ലൈൻസ് എന്താണ്? പാരലൽ ലൈൻസിലെ ഇതിനോടൊന്ന് ഇങ്ങനെ വരക്കുന്നതാണ് പാരലൽ. ഇതിനോട് ഇത് പാരലലാണ്, സമാന്തരികമാണ്. ആൻഡ് ഓഫ് ദി സെയിം ലെങ്ത്ത്, ഇതിൻ്റെ ലെങ്ത്ത് എന്താണ്? സെയിം ആണ്. ഇതേ ലെങ്ത്ത് തന്നെയാണ് ഈ ഗ്രീൻ ലൈനുള്ളത്. സെയിം ലെങ്ത്ത് ആണ്, നീളം തുല്യമാണ്. വൺ ഈസ് ഡ്രോൺ ഫ്രം ദി എൻഡ് ഓഫ് ദി ഹൊറിസോണ്ടൽ ബ്ലൂ ലൈൻ. ഈ ബ്ലൂ ലൈൻസ് എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെ വരക്കുന്നത്, ഹൊറിസോണ്ടൽ പറഞ്ഞാൽ ഇങ്ങനെ നേരെ വരക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഒരു എൻഡിൽ, ഒരറ്റത്ത് നിന്നാണ് ഒരു ഗ്രീൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺ ഈസ് ഡ്രോൺ ഫ്രം ദി എൻഡ് ഓഫ് ദി ഹൊറിസോണ്ടൽ ബ്ലൂ ലൈൻ. ഈ ബ്ലൂ ലൈനിൻ്റെ എൻഡിൽ നിന്നാണ് ഒന്ന് വരച്ചിരിക്കുന്നത്. ആൻഡ് ദി അതർ ഈസ് ഡ്രോൺ ഫ്രം ദി മിഡ് പോയിൻറ്റ് ഓഫ് ദി ബ്ലൂ ലൈൻ. മറ്റേത് എവിടെ നിന്നാണ്? ബ്ലൂ ലൈനിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, ബ്ലൂ ലൈനിൻ്റെ നടുക്കിൽ നിന്നില്ലേ, സെൻറ്റർ, നടുമധ്യം അല്ലേ, ഇവിടെ നിന്നാണ് മറ്റേ ഗ്രീൻ ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് എൻഡിൽ നിന്ന് വരച്ചിട്ടുണ്ട്, ഒന്ന് മിഡ് പോയിൻറ്റിലെ നടുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. ചിത്രത്തിലെ പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ്. പാരലൽ ലൈൻസ് സമാന്തര വരകളാണ്. ഒരെണ്ണം വിലങ്ങനെയുള്ള നീലവരയുടെ ഇടത്തെ അറ്റത്ത് നിന്നും മറ്റൊരെണ്ണം നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. മധ്യബിന്ദുവിൽ നിന്നാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദി ലെങ്ത് ഓഫ് ദി റെഡ് ലൈൻസ് ഇൻ ദി പിക്ചർ ഈക്വൽ? വൈ? ഈ റെഡ് ലൈൻസിൻ്റെ ലെങ്ത്ത് സെയിം ആണോ അല്ലെ? ചിത്രത്തിലെ ചുവന്ന വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? ആർ ദി റെഡ് ലൈൻസ് പാരലൽ? ഈ ചുവന്ന വരകൾ പാരലലാണോ, സമാന്തരമാണോ? ഇതിന് സമാന്തരമാണോ, പാരലലാണോ? രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രയാങ്കിൾസിന് ABCD എന്ന നെയിം കൊടുത്താൽ ABCDE ഓരോ പോയിൻറ്റിനും നെയിം കൊടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ് ലൈൻസിൻ്റെ ലെങ്ത്ത് അല്ലെ, ഈ നീളം സെയിം ആണോ, തുല്യമാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിളാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഈ ട്രയാങ്കിളിൽ BE എന്നുള്ള ലെങ്ത്തും അതുപോലെ ഈ ട്രയാങ്കിളിൽ CD എന്നുള്ള ഈ ലെങ്ത്തും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ട്രയാങ്കിൾ AEBയും ട്രയാങ്കിൾ BDCയും അല്ലെ, ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. അതിൽ AE ഈക്വൽ ടു BD ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. ഗ്രീൻ ലൈൻസ് സെയിം ആണ് അല്ലേ, പാരലലും ആണ്, സെയിമും ആണ്. അപ്പോൾ AE ഈക്വൽ ടു BD എന്ന് എഴുതാം. അതുപോലെ AB ഈക്വൽ ടു BC എന്നും എഴുതാം. ഈ രണ്ട് ലൈൻസ് തുല്യമല്ലേ? കാരണം എന്താണ്? ഇത് മിഡ് പോയിൻ്റ് ആണല്ലേ. ഒരു ലൈനിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഇവിടുന്ന് ഗ്രീൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റിൽ കട്ട് ചെയ്യുന്നു, അതായത് ഇവിടുന്ന് ഇവിടെയുള്ള സെയിം ലെങ്ത് ആണ്. ഇതിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും സെയിം ലെങ്ത് ആണ് അല്ലെ, നടുവിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം? AB ഈക്വൽ ടു BC. കാരണം എന്താണ്? B ഈസ് ദി മിഡ് പോയിൻറ്റ് അല്ലേ, B ഈസ് മിഡ് പോയിൻറ്റ് ഓഫ് AC. ACയുടെ മിഡ് പോയിൻ്റ് ആണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. ഈ രണ്ട് ലൈൻസ് അല്ലേ, ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്, അതുപോലെ പാരലലും ആണ്. അതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് അല്ലേ, കോണുകളും തുല്യമായിരിക്കും. അതായത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ DBC അല്ലേ, ഈ B എന്ന ആംഗിളും A എന്നുള്ള ആംഗിളും സെയിം ആയിരിക്കും. അതെന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ, ഈ പാരലൽ ലൈൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വലാണ്. ഈ സൈഡും ഈക്വലാണ്, അതുപോലെ ഈ സൈഡും ഈക്വലാണ്. അവയ്ക്കിടയിലുള്ള ആംഗിളും അല്ലെ, കോണുകളും തുല്യമായാൽ എന്താണ്? ഈക്വൽ ട്രയാങ്കിളാണ് അല്ലെ. ഈക്വൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ റെഡ് ലൈനും ഈക്വലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈക്വൽ ട്രയാങ്കിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം അല്ലേ, SSS അല്ലെ. ആൾ സൈഡ്സ് ഈക്വൽ ആയാൽ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സൈഡും ആംഗിളും മറ്റേ സൈഡും അല്ലേ, SAS അല്ലേ. ഈ സൈഡ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിള് ഈ സൈഡ് അല്ലേ, SAS അല്ലേ. അത് മൂന്നും ഈക്വൽ ആയാലും എന്താണ്? ഈക്വൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെ SAS എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. കാരണം എന്താണ്? ഈ സൈഡും ഈക്വലാണ്, രണ്ട് സൈഡ് ഈക്വലാണ്. അതുപോലെ AB എന്ന സൈഡും ഈ സൈഡും അല്ലേ, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വലാണ്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ അല്ലേ, ആംഗിളും എന്താണ്? തുല്യമാണ് അല്ലേ. ഇതിൻ്റെ ഇടയിൽ ഇതാണ് പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്, അതും തുല്യമായതുകൊണ്ട് ഇതിനെ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഈക്വൽ ട്രയാങ്കിൾ, തുല്യ ത്രികോണം ആയതുകൊണ്ട് അതിൻ്റെ മറ്റേ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. ലെങ്ത്ത് സെയിം ആണോ എന്നാണ് ചോദിച്ചത്, ഈക്വൽ ആണോ എന്ന്. അപ്പോൾ ഈക്വലാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ട്രയാങ്കിൾ AEB ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ഈക്വൽ അല്ലേ. ടു സൈഡ്സും അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ദം, ഇടയിലുള്ള ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്? ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഓഫ് ട്രയാങ്കിൾ BDCയിലെ, ഈ ട്രയാങ്കിൾ BDCയിലെ രണ്ട് സൈഡിനും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വലാണ്. സോ ട്രയാങ്കിൾ AEB ആൻഡ് ട്രയാങ്കിൾ BDC ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? തുല്യ ത്രികോണങ്ങളാണ്. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ മറ്റേ സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് BE ഈക്വൽ ടു CD ഇതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. അല്ലെങ്കിൽ EB ഈക്വൽ ടു DC. എങ്ങനെ എഴുതാം? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്
ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സാണ്. ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്? ഈക്വൽ ആംഗിൾസ് ആണ് അല്ലേ. ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇ ബി എന്നുള്ള ഈ റെഡ് ലൈനും ഡി സി എന്നുള്ള ഈ റെഡ് ലൈനുമാണ് ഓപ്പോസിറ്റിൽ. രണ്ട് സൈഡുകളും അതിൻ്റെ ഇടയിലുള്ള കോണുകളും തുല്യമായാലും അതിൻ്റെ എതിർവശം അല്ലേ, ഈ കോണിൻ്റെ എതിരെയുള്ള വശം ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റുള്ള സൈഡായിട്ടുള്ള ഇ ബി ഈക്വൽ ടു ഡി സി. നെക്സ്റ്റ് ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ദി റെഡ് ലൈൻസ് പാരലൽ? ഈ റെഡ് ലൈൻസ് പാരലലാണോ? ഇതിനോട് ഇത് പാരലലാണോ എന്നാണ് ചോദിച്ചത്. ഇത് ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി ഇത് സമാന്തരമാണോ, പാരലലാണോ? ബി എന്നുള്ള ആംഗിളും സി എന്നുള്ള ആംഗിളും എന്താണ്? ഈക്വലാണ്. ആംഗിൾ ഇ ബി എ ആൻഡ് ആംഗിൾ സി ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. കാരണം എന്താണ്? എ ഇ ഡി എന്നീ തുല്യവശങ്ങളുടെ എതിർക്കോണുകളാണ് അല്ലേ. ഇത് രണ്ട് തുല്യവശങ്ങളാണ് ഗ്രീൻ ലൈൻസിലെ എയും ബി ഡിയും. അതിൻ്റെ എതിർക്കോണ് അല്ലേ, ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലേ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് അല്ലേ ഈക്വൽ ആയിരിക്കും. എയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആംഗിൾ ബി, ബി ഡിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആംഗിൾ സി അല്ലേ. ഇത് രണ്ടും ഗ്രീൻ ലൈൻസ് ഈക്വലാണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് കോണുകളും തുല്യമായിരിക്കും. ഈ ചുവന്ന വരകളെ നീലവര കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സമാന്തര കോണുകളാണ് ആംഗിൾ ഇ ബി എയും അതുപോലെ ആംഗിൾ സിയും. അതുകൊണ്ട് തന്നെ ആംഗിൾ ഇ ബി എയും ആംഗിൾ സിയും ആയതിനാൽ ഇ ബിയും ഡി സിയും എന്താണ്? സമാന്തര വരകളാണ് അല്ലേ. ഇത് രണ്ടും സമാന്തരമാണ്, പാരലലാണ്. എന്തുകൊണ്ട്? ഈ ചുവന്ന വരയെ നീലവര കടന്നു പോകുമ്പോൾ ഇത് അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണുകളാണ് ഈ ആംഗിൾ ബിയും ആംഗിൾ സിയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഇത് രണ്ടും എന്താണ്? സമാന്തരമാണ്, പാരലൽ ലൈൻസ് ആണ്. ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്? ഈക്വലാണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എ ഇ ആൻഡ് ബി ഡി അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആണ് അല്ലേ. തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് എതിരെയുള്ള ആംഗിൾസ് ആണ്, അത് ഈക്വലാണ്. ബട്ട് ഇ ബി എ ആൻഡ് ആംഗിൾ സി അല്ലേ, ആംഗിൾ ബിയും ആംഗിൾ സി ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് വെൻ ബ്ലൂ ലൈൻസ് കട്ട് റെഡ് ലൈൻസിലെ. ബ്ലൂ ലൈന് റെഡ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ സിൻസ് ആംഗിൾ ഇ ബി എ ആൻഡ് ആംഗിൾ സി ആർ ഈക്വൽ, റെഡ് ലൈൻസ് ആർ പാരലൽ. ഇത് രണ്ടും ഈക്വലാണ്, അതുകൊണ്ട് റെഡ് ലൈൻസ് എന്താണ്? പാരലലാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ദി ക്വാഡ്രിലാറ്ററൽ ബിലോ എ പാരലലോഗ്രാം? വൈ? താഴെയുള്ള ഈ ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം സമാന്തരികമാണോ, പാരലലോഗ്രാം ആണോ? എന്തുകൊണ്ട്? ഒരു ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അവിടെ ഉണ്ട്, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ ആൻഡ് പാരലൽ ദെൻ ദി ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വലും പാരലലും ആണെങ്കിൽ, അതായത് തുല്യവും സമാന്തരികവും ഇങ്ങനെ പാരലലും ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്താണ്? പാരലലോഗ്രാം ആണ്. നമ്മളിപ്പോൾ വായിച്ച കണ്ടീഷൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണിതാ. രണ്ട് സൈഡ്സിലെ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഈക്വലാണ്. ഇത് രണ്ടും പാരലലാണ് അല്ലേ. സമാന്തരം പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ, സമാന്തരികമാണ് അല്ലേ. രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇതിനോട് ഇത് പാരലലാണ്, സമാന്തരികമാണ്. ഇത് രണ്ടും ഈക്വലാണ്. അതിൻ്റെ മറുകോണുകളിലെ അത് 35 ഡിഗ്രി ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഇത് പാരലലോഗ്രാം ആണ്, സമാന്തരികമാണ് എന്നാണ് കണ്ടീഷൻ. അപ്പോൾ ഇതെന്താണ്? സമാന്തരികമാണ്. ഇനി അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് എഴുതാം. സ്റ്റെപ്സ് എഴുതാൻ നമുക്കിതിന് ABCD എന്ന് നെയിം കൊടുക്കാം. ഇത് രണ്ടും 35 ഡിഗ്രിയാണ്, 35 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ BAC അല്ലെ, BACയും ആംഗിൾ ACD അല്ലെ, ഈ രണ്ട് ആംഗിൾസാണ് ഈക്വൽ 35 ഡിഗ്രി. രണ്ടും 35 ഡിഗ്രിയാണ്. ഈ ABയും DC എന്താണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. അതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ ആണ്, ഈക്വലാണ്, തുല്യമാണ്. അതുപോലെ എന്താണ്? പാരലലാണ് അല്ലേ, സമാന്തരമാണ്. ഇത് സമാന്തരമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് പാരലോഗ്രാമാണ്, സമാന്തരികമാണ്. ABDC എന്നീ വരകളെ AC എന്ന വര കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകളാണ് ആംഗിൾ BACയും ആംഗിൾ ACDയും. ഈ രണ്ട് ആംഗിളുകൾ അത് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന AC എന്നുള്ള ഈ ലൈന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകളാണ്. ഇതിൻ്റെ മറുകോണാണ് ഇത്. അവ തുല്യമായതിനാൽ ABയും DCയും സമാന്തരമാണ്. ഇത് സമാന്തരമാണ്, പാരലലാണ്. AB ഈക്വൽ ടു DC എഴുതാം. രണ്ടും എന്താണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ചതുർഭുജം ABCയുടെ രണ്ട് വശങ്ങൾ തുല്യവും സമാന്തരികവുമായ, രണ്ട് വശങ്ങൾ എന്താണ്? തുല്യമാണ്, അതുപോലെ സമാന്തരമാണ്, പാരലലാണ്. അതുകൊണ്ട് ചതുർഭുജം ABCD ഒരു സമാന്തരികമാണ് എന്ന് എഴുതാം. ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ ACD ബോത്ത് ആർ എന്താണ്? 35 ഡിഗ്രിയാണ്. ബട്ട് ആംഗിൾ BAC ആൻഡ് ആംഗിൾ ACD ആർ alternate angles formed when AC cuts lines AB and DC. ABയെയും DCയെയും AC എന്ന് പറഞ്ഞ ഈ ലൈന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് ആംഗിൾസിലെ മറുകോണുകളാണ് ഇത് ആംഗിൾ എയും ആംഗിൾ സിയും, ഈ രണ്ട് ആംഗിൾസ്. സിൻസ് ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ ACD
എ ബി ആൻഡ് ഡി സി ആർ പാരലൽ. എ ബിയും ഡി സി എന്താണ് പാരലാണ്, ഇതിനോട് ഇത് പാരലാണ്. ആൻഡ് എ ബി ഈക്വൽ ടു ഡി സി ബോത്ത് ആർ 4 സെൻറ്റിമീറ്റർ. രണ്ടും എന്താണ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, സിൻസ് 2 സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആർ ഈക്വൽ ആൻഡ് പാരലൽ ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. ഈ എ ബി സി ഡി എന്നുള്ള ഈ ക്വാഡ്രിലാറ്ററിൻ്റെ രണ്ട് സൈഡ് എന്താണ് ഈക്വൽ ആണ്. അതുപോലെ ഇത് രണ്ടും പാരലലാണ്. പാരലൽ ലൈൻസ് അല്ലേ എ ബിയും ഡി സിയും. അതുകൊണ്ട് ഇതെന്താണ് ഒരു പാരലലോഗ്രാം ആണ്. Question 3. In the figure below, the lines AB and CD are parallel. ലൈൻസ് ആയിട്ടുള്ള ഈ എ ബി എന്നുള്ള ഈ സൈഡും ഡി സി എന്നുള്ള ലൈനും എന്താണ് പാരലലാണ് അല്ലേ, പാരലലാണ്. ഇങ്ങനെയാണെങ്കിൽ പാരലലാണ്. ഇതിനിത് പാരലലാണ്, സമാന്തരികമാണ്. എം ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ ബി. എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്, നടുവിലെ ബിന്ദുവാണ്. അപ്പോൾ ഈ എ ബിൻ്റെ നേരെ സെൻറ്ററാണ്. അപ്പോൾ ഇത് ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇല്ലേ നടുവിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും മുതൽ ഇവിടെ വരെ 3യും ഇവിടെ വരെ 3യും ആണ് അല്ലേ, 3യും 3യും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർ ദി ക്വാഡ്രിലാറ്ററൽസ് എ എം സി ഡി ആൻഡ് എം ബി സി ഡി പാരലലോഗ്രാംസ്. വൈ ഇവ രണ്ടും പാരലോഗ്രാംസ് ആണോ, സമാന്തരികങ്ങളാണോ? രണ്ട് ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ഇവിടെ, അവ രണ്ടും എന്താണ് പാരലോഗ്രാം ആണോ? ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ അല്ലേ, രണ്ട് സൈഡ് അതുപോലെ ഈക്വൽ ആയിരിക്കണം. അവ പാരലൽ ആണെങ്കിൽ എന്താണ് പാരലോഗ്രാം ആണ്. ഇവിടെ നോക്കൂ, ഇത് ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ നടു എന്താണ് സെൻറ്ററിലാണ് കട്ട് ചെയ്തത് അല്ലേ, സെൻറ്ററിൽ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സൈഡും 3 സെൻറ്റിമീറ്റർ ആണ്. രണ്ടും ഈക്വൽ ആണ്. ഇവ രണ്ടും പാരലൽ അല്ലേ, എ ബിയും ഡി സിയും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതായത് ഇതും പാരലാണ് അല്ലേ, ഇത് രണ്ടും സമാന്തരമാണ്. അതുകൊണ്ട് പാരലോഗ്രാംസ് ആണ്, സമാന്തരങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ എം ബിയിലെ ഇതും 3 സെൻറ്റിമീറ്റർ ആണ്, 3 സെൻറ്റിമീറ്റർ ആണ്. രണ്ടും ഈക്വൽ ആണ്, അതുപോലെ സമാന്തരമാണ് അല്ലേ, പാരലാണ്. അതുകൊണ്ട് തന്നെ പാരലലോഗ്രാംസ് ആണ് ഇത് രണ്ടും. സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് എഴുതി നോക്കാം. ഈ എ എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഇൻറ്റു എ ബി ആണ് അല്ലേ, എ ബിൻ്റെ പകുതിയാണ് ഈ എ എം എന്ന് പറയുന്നത് അല്ലേ. 6 സെൻറ്റിമീറ്ററിൻ്റെ പകുതി അല്ലേ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും ഭാഗം ഈ എ എം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 6 ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 സെൻറ്റിമീറ്റർ, അതായത് 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എ എം ഈക്വൽ ടു ഡി സി അല്ലേ, ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ. രണ്ടും 3 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ എ എം ഈസ് പാരലൽ ടു ഡി സി. എ എം എന്താണ്, ഡി സിക്ക് പാരലാണ്. ഗിവൺ ദാറ്റ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. എ ബിയും ഡി സിയും എന്താണ് പാരലാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇതാ ഇവിടെ പാരലാണ്. അതുകൊണ്ട് എ എമ്മും ഡി സിയും എന്താണ് പാരലാണ്. രണ്ടും 3 സെൻറ്റിമീറ്റർ ആണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് എന്താണ് ഇത് പാരലോഗ്രാം ആണ്. സിൻസ് 2 സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എ എം സി ഡി ആർ ഈക്വൽ ആൻഡ് പാരലൽ അല്ലേ, ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഈക്വലും ആണ് പാരലലും ആണ്. ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അതൊരു സമാന്തരികമാണ്. രണ്ട് സൈഡും എ എമ്മും ഡി സി എന്താണ് തുല്യമാണ്. അതുപോലെ എന്താണ് സമാന്തരികമാണ്. അതുകൊണ്ട് ഇത് സമാന്തരികമാണ് എന്ന് എഴുതാം. അതുപോലെ രണ്ട് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, ക്വാഡ്രിലാറ്ററൽ എം ബി സി ഡി അല്ലേ. ഈ ക്വാഡ്രിലാറ്ററലും അതേപോലെ തന്നെ ഇത് രണ്ടും 3 സെൻറ്റിമീറ്ററും ആണ്, പാരലലും ആണ് അല്ലേ. രണ്ടും സമാന്തരികമാണ്, ഒരേ ലെങ്ത് ആണ് അല്ലേ. രണ്ടും 3 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് പാരലോഗ്രാം ആണ്, സമാന്തരികമാണ് എന്ന് എഴുതാം. അതായത് എം ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി, അതായത് ഹാഫ് ഇൻറ്റു 6 സെൻറ്റിമീറ്റർ, അതായത് 3 സെൻറ്റിമീറ്റർ ആണ്. സിൻസ് 2 സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എം ബി സി ഡി ആർ ഈക്വൽ ആൻഡ് പാരലൽ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. രണ്ടും ഈക്വലും പാരലലും ആയതുകൊണ്ട് ഇത് പാരലോഗ്രാം ആണ്, സമാന്തരികമാണ് എന്ന് എഴുതാം. അതായത് ചതുർഭുജം എ എം സി ഡിയുടെ രണ്ട് വശങ്ങൾ തുല്യവും സാമാന്തരികവുമായതിനാൽ എ എം സി ഡി എന്താണ്, സാമാന്തരികമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്, സാമാന്തരികവുമാണ്. അതുപോലെ തന്നെ ഈ രണ്ട് വശങ്ങളും തുല്യവും സാമാന്തരികവുമാണ്. അതുകൊണ്ട് ഇതെന്താണ്, ഇതും സാമാന്തരികമാണ്. ചതുർഭുജം എം ബി സി ഡിയും സമാന്തരികമാണ്, രണ്ടും സമാന്തരികമാണ്, പാരലലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആൾ ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ എ എം ഡി. ഈ ട്രയാങ്കിൾ എ എം ഡിയിലെ എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യണം. എം ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രയാങ്കിൾ, അതുപോലെ ഡി സി എം അല്ലേ, ഡി സി എം എന്ന് പറഞ്ഞാൽ 3 ട്രയാങ്കിൾ അല്ലേ, ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ. ഇതിലെല്ലാം ആംഗിൾസ് അല്ലേ, കോണുകൾ കാണണം. 40 ഡിഗ്രിയും 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ആംഗിൾസ്, കോണുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 40 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, പാരലോഗ്രാം ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു ഇത് പാരലോഗ്രാം ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോണും എന്തായിരിക്കും, 40 ആയിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള ഈ പാരലോഗ്രാമിൽ ഇത് 40 ആണെങ്കിൽ ഇതിൻ്റെ എതിർക്കോണ് അല്ലേ, ഇതും 40 ആയിരിക്കും. ഇത് 60 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എതിരെയുള്ള ഈ ആംഗിൾ ഡി എന്താണ്, ഇതും 60 ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ, ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 40 എന്ന് കിട്ടി, ഇത് 60 എന്ന് കിട്ടി. അപ്പോൾ ഈ 2 ആംഗിൾസ് കിട്ടി. പിന്നെ ഈ ട്രയാങ്കിളുടെ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്താ എളുപ്പമായി അല്ലേ, 3 ആംഗിൾസ് കൂടി ടോട്ടൽ സമ്മാണ് 180 അല്ലേ. അപ്പോൾ നമുക്ക് 60യും 40യും കിട്ടി. 60 + 40 എത്രയാണ്, 100 ആണ്. 100ലേക്ക് ഒരു 80 കൂടി ആഡ് ചെയ്താലല്ലേ 180 ആവുക. ഇപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, 80 ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ 180 കിട്ടി. സ്റ്റെപ്സ് ചെയ്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം,
ആംഗിൾ ഡി സി എം അല്ലേ, ഡി സി എം ആണ് ഈ ആംഗിൾ അല്ലേ, ഇതാണ് ഇത് രണ്ടുമാണ് 40 ആംഗിൾ സിയും ആംഗിൾ എയും 40 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം എ എം സി ഡി. എ എം സി ഡി എന്ന് പറഞ്ഞാൽ ഈ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. അതുപോലെ ഈ ആംഗിളും 60 ഡിഗ്രിയാണ്. ആംഗിൾ സി ഡി എം ഈക്വൽ ടു ആംഗിൾ ബി, രണ്ടും 60 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം എം ബി സി ഡി അല്ലേ, ഈ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെ അല്ലേ ഈ ആംഗിൾ എം എന്തായിരിക്കും, 60 ആയിരിക്കും. ഇതെന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ, ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിളാണ് ഇത്. ഓക്കെ, ഇത് 60 ആകുമ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും 60 ആയിരിക്കും. അതുപോലെ ഇത് 40 ആണെങ്കിൽ ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇതും 40 ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാ ഇങ്ങനെ ഇവിടെയും ഇവിടെയും, ഇതാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ ഒരു ലൈൻസിൻ്റെ ഈ സൈഡും ഈ സൈഡും, അതുപോലെ ഈ ലൈനിൻ്റെ ഈ സൈഡും ഈ സൈഡും അല്ലേ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് അല്ലേ നമുക്ക് ഇത് 40 അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പാരലോഗ്രാമിൻ്റെ ഇത് 40, അതുകൊണ്ട് അതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള എം എന്തായിരിക്കും, 40 ആയിരിക്കും. ഇത് 60 ആകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ ഡി എന്താണ്, 60 ആണ്. അതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ എം എന്താണ്, ഇതും 60 ആയിരിക്കും. സിമ്പിൾ ആണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം, സ്റ്റെപ്സ് ചെയ്താനുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാരലോഗ്രാം അല്ലേ, പാരലോഗ്രാം സമാന്തരികത്തെ ഇങ്ങനെ എടുത്ത് നിങ്ങൾ നോക്കുക അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് എതിർകോണുകൾ അല്ലേ, ഇത് രണ്ടും 40 ആണ്. ആ 40യുടെ എന്താണ് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ഇവിടെ ഉള്ളത്, ഇതിൻ്റെ ഇപ്പുറവും ഈ ലൈനിൻ്റെ. അപ്പോൾ ഇതുപോലെ 60യുടെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഡി അല്ലേ. ഈ സമാന്തരിക നോക്കുമ്പോൾ ഈ പാരലോഗ്രാമിൽ എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഡി, അതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിളാണ് എം അല്ലേ, ഇതിൻ്റെ ഇവിടെയും ഇവിടെ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇനി ഡി സി എം എന്നുള്ള ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ആംഗിളും കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് 40 + 60 100 ആണ്. 100ലേക്ക് ഒരു 80 കൂടി ആഡ് ചെയ്താലേ 180 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. അപ്പോൾ ഈ ആംഗിൾ 80 എന്ന് കിട്ടി. നമുക്ക് 80 കിട്ടി. അതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ അല്ലേ, ഈ ലൈനിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതും അല്ലേ, അതും എന്തായിരിക്കും 80 ആയിരിക്കും. അപ്പോൾ 3 ആംഗിൾസും 80 എന്ന് കിട്ടി അല്ലേ. ഈ ഒരു ലൈനിൻ്റെ ഈ സൈഡും അല്ലേ, ഈ ഒരു ലൈനിൻ്റെ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട്, ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഈ ആംഗിൾ ഇതാണെങ്കിൽ ഇതാ ഇവിടെ ഉള്ളത് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഓക്കെ, ഈ ഭാഗവും അതേപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് 80 കിട്ടി. ഈ ഒരു ലൈനിൻ്റെ ഈ ഭാഗം 80 ആണെങ്കിൽ ഈ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എന്തായിരിക്കും 80 ആണ്. ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ 80 ആണ്. ഇവിടെ ആംഗിൾ സിയുടെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ളത് ആംഗിൾ എം. ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് 80 കിട്ടിയാൽ ഇതും 80 ആണ്, ഇതും 80 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൂട്ടി 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം അല്ലേ. ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം. നമുക്ക് ഏതൊക്കെ കിട്ടി, ട്രയാങ്കിൾ എ എം ഡി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൽ ആംഗിൾ എ 40 ഡിഗ്രിയാണ്. ആംഗിൾ ഡി എം എ എന്ന് പറഞ്ഞ ഈ ആംഗിൾ എത്താണ് 60 ഡിഗ്രിയാണ്. എ ഡി എം അല്ലേ, ഈ ആംഗിൾ എ ഡി എം എന്നുള്ള ഈ ഡി എന്നുള്ള ആംഗിൾ 80 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ എം ബി സിയിൽ ആംഗിൾ സി എം ബി ഈ ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രിയാണ്. ആംഗിൾ സി ബി എം ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ആംഗിൾ എം സി ബി 80 ഡിഗ്രിയാണ് അല്ലേ, ഈ ആംഗിൾ 80 ഡിഗ്രിയാണ്. എം സി ബി ഈ ആംഗിൾ 80 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ട്രയാങ്കിൾ ഡി സി എം അല്ലേ, ഈ ട്രയാങ്കിൾ ഡി സി എമ്മിൽ ആംഗിൾ സി ഡി എം 60 ഡിഗ്രിയാണ്. ആംഗിൾ ഡി സി എം 40 ഡിഗ്രി. ആംഗിൾ ഡി എം സി 80 ഡിഗ്രി അല്ലേ, ഡി എം സി ഇത് 80 ഡിഗ്രി. അപ്പോൾ എല്ലാ 3 ട്രയാങ്കിൾസിലെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു കോണുകൾ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയും 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി 4ഉം 5ഉം അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം.